ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കൊഴുവ പീര പറ്റിച്ചാലോ. ഇവിടെ ഞാൻ 1/2 കിലോ കൊഴുവ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീനാക്കിയാണ്. അതിൽ നമുക്ക് 1 കപ്പ് തേങ്ങ, ആവശ്യമുള്ള ചെറിയ ഉള്ളി ഒരു 5-6 ഒരു 8 ഒക്കെ എടുക്കാം. അതിലേക്ക് 5-8 പച്ചമുളക്, എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് എടുക്കാം. പിന്നെ കൊഴുവയിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ കുറച്ച് വേപ്പില, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി വെച്ചാൽ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് മല്ലിപ്പൊടി ഇട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്, അല്ലാണ്ട് തേങ്ങ അരച്ചെടുക്കുക. ഒന്നും ജസ്റ്റ് നന്നായി അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു കഷ്ണം പുളി, കുറച്ചേരം വെള്ളത്തിട്ട് വെച്ചാണ് ആ പുളി, അത് ചെറുതായിട്ട് കീറി അതിടുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമുക്ക്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനിയിപ്പോൾ അത് ഇൻഗ്രീഡിയൻസൊന്നും വേണ്ടത് കൊഴുവ പീര വറ്റിക്കാണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. എളുപ്പമൊന്ന് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി തേങ്ങയും മഞ്ഞളും ഉപ്പും പുളിയും എല്ലാം കൊഴുവിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് അതിൽ തിരുമ്മി പിടിപ്പിക്കുക. ഈ സമയം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി അതിലൂടെ ചേർത്ത് കൊടുക്കാനായി ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ മതി. 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ജസ്റ്റ് നോക്കണം ഇടയ്ക്ക്, കാരണം അടിക്കൊന്നും പിടിക്കരുത് തീയെ. അപ്പോൾ കാരണം അതേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ തീരെ നന്നായിട്ട് ശരിയായിട്ടുണ്ട്. കൊഴുവ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പീര വറ്റിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.